എന്താ ശ്രീനി പതിവില്ലാത്ത ഈ സമയത്ത് ലൈബ്രറി? ഞാൻ സ്വപ്നങ്ങളെ പറ്റിയുള്ള എന്ത് സ്വപ്നങ്ങൾ? അപ്പൊ യക്ഷികളെ കൈവിട്ടു? ചന്ദ്ര, ഞാൻ ഈ ഇടയ്ക്ക് ഭയങ്കരമായ സ്വപ്നങ്ങൾ കാണുന്നു. എന്ത് സ്വപ്നങ്ങൾ? നമുക്ക് നിന്റെ മുറിയിൽ പോയി സംസാരിക്കാം. വരൂ. എന്താടി ജോലി? നിനക്ക് എന്നോടും പിണക്കമാണോ? എൻ്റെ ഭാര്യ വന്നതിന് ശേഷം നീ എൻ്റെ വീട്ടിലേക്ക് വരില്ല. ഇന്ന് നിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. ജോഡി 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 ജോഡി, നിന്നെ ഇന്ന് ഞാൻ പുറത്ത് വിടില്ല. ഇവിടെ നീ ഇവിടെ വന്നാൽ ഇപ്പൊ ഓട്ടമാണ് വീട്ടിലേക്ക്. അതെന്താടാ ജോഡി? ജോഡി, എന്ത് ശ്രീനി ഇത്ര വൈകിയത്? ജൂഡി, ഓ എന്ത് പറ്റി ജൂഡിക്ക്? ഇതിനെന്നെ കാണുന്നതേ ഭയമാണല്ലോ. മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് മൃഗങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. പ്രേതങ്ങളെയും യക്ഷികളെയും. നേരാണോ ജൂഡി? ശ്രീനി, നീ അതിനെ കൊന്നു. ശ്രീനി, എന്താ രാഗണിക്കൊരു വല്ലായ്മ? ജൂഡി ചത്തുപോയി. അത് 2-3 ദിവസമായിട്ട് സൂക്കേടായിട്ട് കിടക്കുകയായിരുന്നു. വേറെ പട്ടിയെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ വിശേഷം അറിഞ്ഞോ? കല്യാണിയുടെ കാര്യം ഉറച്ചു. എന്ത് കാര്യം? ഗർഭം. 4 മാസമായെന്നാ ഡോക്ടർ പറഞ്ഞു. കൂടെ വന്ന് കല്യാണിയെ കൂടി ഒന്ന് നോക്കിക്കോണം കേട്ടോ. തീർച്ചയായും. ശ്രീനി കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് മറ്റു ജോലികളൊന്നുമില്ലല്ലോ. അതുമല്ല, കല്യാണിയുമായിട്ട് എങ്ങനെ ഇടപഴകി കഴിഞ്ഞാല് പ്രസവിക്കാനുള്ള ഒരു പരിശീലനവും കിട്ടും. ശ്രീനി, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരിയും പങ്കിടേണ്ട കാര്യം? എന്നെ കാണുമ്പോൾ ആ പട്ടിക്ക് ഭയമായിരുന്നു എന്ന കാര്യം ശരിയാണ്. പക്ഷേ ആ പട്ടി ചത്തത് സുഖക്കേട് കൊണ്ടാണെന്ന് അനന്തനും ഭാര്യയും പറയുന്നു. കുറെ ദിവസങ്ങളായി ശ്രീനി വല്ലാതെ അസ്വസ്ഥനാണ്. എന്താണ് കാരണമെന്നറിയാൻ എനിക്ക് ആഗ്രഹം കാണുകയില്ലേ? എന്റെ കാര്യം രാഗിണി എന്തിനറിയണം? അയ്യോ, ഇങ്ങനെ പറയാൻ ശ്രീനിക്ക് കഴിയുന്നല്ലോ. കണ്ണുനീരിന്റെ മുമ്പിൽ ഞാൻ ദുർബലനാണെന്ന് നിനക്കറിയാം. കരയാനെങ്കിലും എന്നെ അനുവദിക്കൂ. വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ, ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, ഫ്ലൂ ആയിരിക്കും. എന്നാൽ ഇന്നൊന്നും കഴിക്കണ്ട, ആർലിക്സ് കൊണ്ടുവരാം. എനിക്കൊന്നും വേണ്ട, ഒന്ന് ഉറങ്ങിയാൽ ആശ്വാസം കിട്ടും. ആ ലൈറ്റ് അണച്ചേക്കൂ. രാഗിണി ഇവിടെ കിടക്കണ്ട, പകരുന്ന പനിയായിരിക്കും. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടെന്ന്.
കാത് കേട്ടു. ശ്രീനി, എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയൂ, മാപ്പ് ചോദിക്കാം. ഇനി ഒരിക്കലും തെറ്റ് ആവർത്തിക്കാതിരിക്കാം. അങ്ങോട്ട് മാറും, എനിക്കൊന്ന് പോണം. ഞാൻ മാറുകയില്ല. ശ്രീനി എന്റേതാണ്, എനിക്ക് മറ്റാരുമില്ല. ഒന്ന് എണീക്കില്ല. ഞാനൊന്ന് ശ്രീനി, ഞാൻ ആദ്യമായി ഇവിടെ വന്ന ആ രാത്രി ഓർമ്മയില്ലേ? അന്ന് ആദ്യമായി ശ്രീനിയെ ഞാൻ ചുംബിച്ചപ്പോൾ തല തിരിച്ചില്ല. കന്യാകുമാരിയിൽ നിന്ന് വന്നതിന് ശേഷം ശ്രീനി എന്നോട് വല്ലാതെ പെരുമാറുന്നു. 1000 പ്രാവശ്യം ശ്രീനി സ്തുതിച്ച എന്റെ സൗന്ദര്യം വേണ്ടാതായോ ശ്രീനി? ഒരിക്കൽ പോലും ശ്രീനി എന്നെ നിർത്തുകയില്ല. ഞാൻ ഭാര്യയാണ്, ഞാനൊരു സ്ത്രീയാണ്. എന്റെ ശരീരം എന്റെ ഭർത്താവിന് നിഷിദ്ധമായി പോയത് എന്താണെന്ന് എനിക്കറിയണം. ഇപ്പൊ പറയൂ, ആരാണവൾ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, രാഗിണി യക്ഷിയാണ്. ബി സെൻസിബിൾ ശ്രീനി, നീ ഒരു സയന്റിസ്റ്റ് ആണ്. ഞാൻ സയന്റിസ്റ്റാണ്. യക്ഷികളെ പറ്റി വളരെയേറെ ഗവേഷണം ഞാൻ നടത്തിയിട്ടുണ്ട്. യക്ഷികളുണ്ട്. നിങ്ങളൊക്കെയാണ് അന്ധവിശ്വാസികൾ. മുന്നിൽ കാണുന്നതേ വിശ്വസിക്കൂ. നമ്മുടെ ധാരണകൾക്ക് വിധേയമാണ് സർവസ്വവും എന്ന് ധരിക്കരുത്. മറ്റൊരു ലോകം ഉണ്ടാവാം, അതിൻ്റെതായ പ്രതിഭാസങ്ങൾ കാണും. ഒരു സയന്റിസ്റ്റായി ഞാൻ പറയുന്നു, രാഗിണി യക്ഷിയാണ്. ഡെഫിനറ്റ്. എന്നിട്ട് നിന്റെ ഭാര്യയായി താമസിക്കുന്നു. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ചന്ദ്ര. ഒരിക്കൽ മുറജപത്തിന് പോയൊരു നമ്പൂരിയുടെ അടുത്ത് വവ്വാക്കാവിന് അടുത്ത് വെച്ച് ഒരു അതിസുന്ദരിയായ യക്ഷി ചെന്നു. അയാൾ അവളുടെ തലയിൽ ഒരാണി തറച്ച് കുറെ കാലം കൂടെ പാർപ്പിച്ചു. ശ്രീനി, നീ അപകടത്തിലെത്തിയിരിക്കുകയാണ്. ശ്രീനി, നീ ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിന്റെ മുഖം പൊള്ളിയതിനു ശേഷം നീ എല്ലാവരിൽ നിന്നും അകന്നു. നിന്റേത് മാത്രമായ ഒരു ലോകത്തിൽ നീ ഒതുങ്ങിക്കൂടി. ആ ഇടയ്ക്കാണ് നീ യക്ഷി ഗവേഷണം തുടങ്ങിയത്. കണ്ണടച്ച് പിടിച്ചുകൊണ്ട് നിന്റെ ഓലക്കെട്ടുകളെ നീ വിശ്വസിച്ചു. ഐ ഡു ബിലീവ്. ലൈംഗികമായ നിന്റെ കഴിവുകേട് പുറത്ത് പറയാതിരിക്കാനുള്ള ഒരു മറയായിട്ട് നീ രാഗിണിയെ യക്ഷിയായി സങ്കല്പിച്ചു തുടങ്ങി. എന്റെ കഴിവുകേട് രാഗിണി യക്ഷിയായതുകൊണ്ടാണ്. ചന്ദ്ര, എന്നെ സഹായിക്കു ചന്ദ്ര. എനിക്ക് രാഗിണിയിൽ നിന്ന് വിവാഹമോചനം വേണം ചന്ദ്ര. അല്ലെങ്കിൽ പരമൂനെ കൊന്നതുപോലെ, ചൂടിയെ കൊന്നതുപോലെ അവളെ എന്നെ കൊല്ലും ചന്ദ്ര. നീ വേഗം ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ കാണും. എനിക്ക് ഭ്രാന്താണെന്നാണ് നീ പറയുന്നത്. ഇത്രയും സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് നിനക്ക് ബോധ്യമല്ലേ? അല്ല, പലതും നിന്റെ തോന്നലാണ് ശ്രീനി. തോന്നൽ? പരമു മരിച്ചത് അവൻ ഭയന്ന് മരിച്ചതാണ്. ജൂഡി? അതിന് എന്തെങ്കിലും രോഗമുണ്ടായിരുന്നിരിക്കണം. കന്യാകുമാരിയിലെ സംഭവത്തിന് നീ എന്ത് യുക്തി പറയുന്നു? പറ പറ. നീ ബോധം കെട്ട് വീണപ്പോൾ നിന്റെ ചുണ്ട് മുറിഞ്ഞതാവാം. എങ്കിൽ അവളുടെ ചൂടിൽ ചോര എങ്ങനെ ഉണ്ടായി? ഓർമ്മയില്ലാതെ കിടന്നിരുന്ന നിന്നെ അവൾ ചുംബിച്ചിട്ടുണ്ടാവും. എന്റെ ചോര കുടിക്കാൻ വേണ്ടി, എന്റെ ചോര കുടിക്കാൻ വേണ്ടി. ആ പാലമരത്തിൽ പാട്ട് എങ്ങനെ കേട്ടു? അത് നീ മാത്രമല്ലേ കേട്ടുള്ളൂ. പാലപൂത്തത് മുട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട്. നീ യക്ഷിയുടെ ഭാഗത്താണ്. എന്നാൽ ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയുന്നു, കല്യാണി അമ്മയുടെ ഗർഭം അലസിപ്പോകും. യക്ഷിയായ രാഗിണിയാണ് അവരെ ശുശ്രൂഷിക്കുന്നത്. യക്ഷികൾക്ക് ഭ്രൂണ ഇഷ്ടമാണ്. ശ്രീനി, നീ ഒരു ഡോക്ടറെ കാണണം. ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ കഴിവുകേടിന് മറപിടിക്കാൻ വേണ്ടി മാംസവും മജ്ജയും ഉള്ള ഒരു പെൺകുട്ടിയെ നിന്റെ മനസ്സ് യക്ഷിയായി സങ്കല്പിച്ചിരിക്കുന്നു. രാഗിണിയുടെ വിവാഹമോചനത്തിന് നിന്റെ സഹായത്തിനാണ് ഞാൻ വന്നത്, അല്ലാതെ നിന്റെ തീസിതി കേൾക്കാനല്ല.
എന്താ വിഷാന്ത? കല്യാണിക്ക് നല്ല സുഖമില്ല. എന്താ സുഖം? അബോർഷൻ ആയെന്നാണ് തോന്നുന്നത്. ഡോക്ടർ അറിയിച്ചില്ലേ? കുളിമുറിയിലുണ്ട്. കുളിമുറി കുളിക്കാൻ കയറിയപ്പോഴാണ് രാഗിണി ഇവിടെ വന്നു. അവരുടെ കൂടെ തന്നെ ഉണ്ട്. എന്താണ് ശ്രീനി ഇത്? ഒന്നുമില്ല. വരൂ, ഊണ് കഴിക്കും. എനിക്ക് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നാൽ ഉറങ്ങാൻ വരൂ. നിന്റെ കൂടെയോ? ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോളാം. നീ അകത്ത് പോയി മുറി അടച്ചിരുന്ന് ഉറങ്ങിക്കോളൂ. ശ്രീനി, അകത്ത് പോ. അകത്ത് പോ. പോ.